ശരി, അപ്പോൾ നമ്മളുടെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്, എല്ലാവർക്കും കാണുന്നുണ്ടോ? ഒന്ന് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് പറയൂ, കാണുന്നുണ്ടെങ്കിൽ. കാണുന്നുണ്ട്. ഓക്കെ. നമ്മളിന്ന് ആൽഫബറ്റ് സീരീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അക്ഷരമാലയും വെച്ചിട്ട് ABCD നമ്പറൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ കോഡിങ് പഠിച്ചു. കോഡിങ് എന്ന് പറഞ്ഞാൽ ആ അക്ഷരം ഉപയോഗിച്ച് നമ്മൾ വേറെ ഒരു അക്ഷരമാക്കി മാറ്റുക. അതാണ് കോഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ എന്നുള്ളതിന് പകരം നമ്മൾ സി എന്നാക്കിയാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ബോയ് എന്നുള്ളൊരു വാക്ക്, എല്ലാവരും കാണുക, ബോയ് എന്നുള്ളൊരു വാക്ക് ഞാൻ മാറ്റി എഴുതുകയാണ്, കോഡ് ചെയ്യുകയാണ്. ബോയ് എന്നുള്ള വാക്ക് കോഡ് ചെയ്യുകയാണ്. ബിക്ക് പകരം ഞാൻ സി ആക്കുന്നു, ഓക്ക് പകരം പി ആക്കുന്നു, വൈക്ക് പകരം സെഡ് ആക്കുന്നു. ഇത് ബോയ് എന്നുള്ള വാക്കിന് വേറൊരു കോഡാക്കി മാറ്റിയതാണ്. അപ്പോൾ കോഡിങ്ങിന് ഒരു പ്രത്യേക നിയമം ഉണ്ടാവും. എന്താ ചെയ്ത്? ബി തൊട്ടടുത്ത നമ്പറാക്കി മാറ്റി, ഓ തൊട്ടടുത്ത നമ്പറാക്കി അക്ഷരമാക്കി മാറ്റി, ആൽഫബറ്റ് ആക്കി മാറ്റി, വൈ തൊട്ടടുത്ത ആക്കി മാറ്റി. അപ്പോൾ ഇനി വേറൊരു അക്ഷരം ഇവിടെ ഉണ്ടെങ്കിൽ, ക്യൂ ഉണ്ടെങ്കിൽ, MNO ക്യൂ കഴിഞ്ഞാൽ MNOPQR ആയിരിക്കും വരിക അടുത്തത്. അപ്പോൾ ഈ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് കോഡിങ്. കോഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ഒരു വാക്കിനെ നമ്മൾ മാറ്റി എഴുതുകയാണ്. അതാണ് കോഡിങ്. ഓക്കെ. അപ്പോൾ ഇനി എന്താണ്, 3 തരം കോഡിങ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ഡയറക്റ്റ് കോഡിങ് ആണ്. രണ്ടാമത്തെ റീ ഓർഡറിങ്, അതിൻ്റെ ഓർഡറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനെയാണ് നമ്മൾ റീ ഓർഡറിങ് ഓഫ് ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ മാറ്റുക. പിന്നെ ഒന്ന് മൂവ്മെന്റ് ഓഫ് ലെറ്റേഴ്സ്. മൂവ്മെന്റ് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞതാണ്, ഒരു അക്ഷരം തൊട്ടടുത്ത അക്ഷരമാക്കി മാറ്റുക. അതാണ് മൂവ്മെന്റ് ഓഫ് ലെറ്റേഴ്സ്. അപ്പോൾ ഡയറക്റ്റ് കോഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് കോഡിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിയമമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവിടെ എന്തൊക്കെയാണ് ഓരോന്നിനും എന്ന് തന്നിട്ടുണ്ടാവും. യെസ്, എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ, വായിക്കാൻ കഴിയുമോ? പറയൂ. വായിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ. അപ്പൊ സ്റ്റൗ എന്നുള്ള വാക്ക്, സ്റ്റൗ കോഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. എല്ലാവരും ശ്രദ്ധിക്കും. സ്റ്റൗ എന്നുള്ള വാക്ക് കോഡ് ചെയ്തിട്ടുള്ളത് FNBLK എന്നാണ്. എന്നാൽ വേർഡ്സ് എന്നുള്ള വാക്ക് എങ്ങനെ കോഡ് ചെയ്യുമെന്നാണ് ചോദ്യം. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഡയറക്റ്റ് കോഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇത് ആ ടൈപ്പാണ് ഡയറക്റ്റ് കോഡിംഗ്. അതായത് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ എസ് ഇവിടെ ഉണ്ടോ? എസ് ഇവിടെ ഉണ്ട്. വി ഇവിടെ ഉണ്ടോ? വി ഇവിടെ ഉണ്ട്. ഇ ഉണ്ടോ? ഇയും ടി, എല്ലാ അക്ഷരങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള ആ കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. നമ്മൾ വേറെ ഒന്ന് ആലോചിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോഡിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിൻ്റെയും പുതിയ അക്ഷരം ഏതാണ് എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട്, കോഡ് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞാൻ അതൊന്ന് എഴുതി കാണിക്കാം, എല്ലാവരും നോക്കിക്കോളൂ. എസ് എന്നുള്ളതിൻ്റെ കോഡ് F എന്നാണ്. എല്ലാവരും ഇതൊന്ന് എഴുതിയെടുക്കാം. എസ് എന്നുള്ളതിൻ്റെ കോഡ് F എന്നാണ്. ടി എന്നുള്ളതിൻ്റെ N ആണ്. O എന്നുള്ളതിൻ്റെ B ആണ്. വി എന്നുള്ളതിൻ്റെ L ആണ്. ഇ എന്നുള്ളത് K ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഈ PDF നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. അപ്പോൾ അതൊന്നും കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാണെന്ന് കിട്ടിയതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എസിൻ്റെത് F ആണ്. അപ്പോൾ എസ് എന്നുള്ളതിൻ്റെ നമ്മൾ കോഡ് എഴുതുന്നു F. അടുത്തത് വി L ആണല്ലോ, അപ്പോൾ L ആണ്. അടുത്തത് O, B ആണ്, അപ്പോൾ നമ്മൾ B എഴുതുന്നു. ഇനി ടി ഇവിടെ തന്നിട്ടുണ്ട് N, ദെൻ E, K ആണ്. അപ്പോൾ LBNKF എന്നാണ് ഉത്തരം. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. LBNKF, ഇതാണ് നമ്മുടെ ഉത്തരം. LBNKF.
എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ ഇതിനെ നമ്മൾ ഡയറക്റ്റ് കോഡിംഗ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിൻ്റെയും കോഡ് മാറ്റിയിട്ടുള്ള പുതിയ കോഡ്, പുതിയ അക്ഷരം അവർ തന്നിട്ടുണ്ട്, പുതിയ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഡയറക്റ്റ് കോഡിംഗ് എന്നാണ് പറയുക. ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. സ്റ്റൗ എന്നുള്ളത് FNBLK എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എസിൻ്റെ കോഡ് AF ആണെന്ന് മനസ്സിലാക്കാം. വേറെ ഒരു നിയമവും ഇവിടെ പാലിക്കുന്നില്ല, വേറെ ഒരു ലോ ഇല്ല ഇവിടെ. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പം ഇതിൽ നിന്ന് തന്നെ പെറുക്കിയെടുത്താൽ മതി. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഇതേപോലെ തന്നെ ഡയറക്റ്റ് കോഡിംഗ് ആണ്. എല്ലാവരും പെട്ടെന്ന് ആൻസർ അയച്ചോളൂ. വേഗം ഒരു പേപ്പറിൽ എഴുതി നോക്കുക. എന്നിട്ട് ബ്ലെയിം എന്നുള്ളതിൻ്റെ കോഡ് അയച്ചു തരിക. ചാറ്റ് ബോക്സിൽ ആരൊക്കെയാണ് അയക്കുന്നതെന്ന് ഞാൻ നോക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ ഏതാണ്? 1 2 3 4. നിങ്ങൾ ഓപ്ഷൻ്റെ നമ്പർ അയച്ചാൽ മതി. ഇതും ഡയറക്റ്റ് കോഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ എസിൻ്റെത് ഇവിടെ തന്നെ ഉണ്ട്, ടിയുടേതും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഓരോന്നും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ചൈതന്യ അയച്ചിട്ടുണ്ട്. ദെൻ ഹൈഫ, സാധു അല്ലേ, ലെന, അമൻ ഹുസൈൻ, മറിയമ്മ, റെന, ഫാത്തിമ, റീം. ഓക്കെ, റുഷ്ദ. ഓക്കെ, എല്ലാവരും അയക്കുന്നത്. ഓക്കെ, അനീസിന്റെ ഉത്തരം ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. അനു കൃഷ്ണ ഉത്തരം ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. എല്ലാവരും അയക്കുക. ശരി, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ബ്ലെയിം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ കൂട്ടത്തിൽ ബി ഉണ്ടോ എന്ന് നോക്കുക. ബി ഉണ്ട്, ഇതാണ് ബി. അപ്പം ബിയുടേത് 6 ആണ്. അപ്പോൾ നമുക്കറിയാം തുടങ്ങുന്നത് 6 വെച്ചായിരിക്കും എന്ന് മനസ്സിലാവും. ഇനി എല്ലാണ് അടുത്തത്. എൽ എവിടെയാ? മൊബൈലിൻ്റെ എല്ലാണ്, പി ആണ്. അപ്പോൾ RP എന്ന് വരും. ഓക്കെ, അടുത്ത എ ആണ്. എ എന്ന് പറയുന്നത് എവിടെയാ? സ്റ്റാർട്ടിലുണ്ട് എ, അപ്പോൾ F ആയിരിക്കും ഉണ്ടാവുക, RPF എന്ന് ഇവിടെ 3 എണ്ണത്തിൽ RPF ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 3 എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു, അതിലെവിടെയും RPF ഒന്നിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം ഉത്തരത്തിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഫുൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യത്തെ 1 2 3 എണ്ണം നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലാവും. അപ്പോൾ വേഗം ഉത്തരത്തിലേക്ക് എത്തുക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്ന രീതിയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിൽ ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ഇത് ഡയറക്റ്റ് കോഡിംഗ് അല്ല, പക്ഷേ നിങ്ങൾക്കൊരു ഒരു ബന്ധം അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഡയറക്റ്റ് കോഡിംഗ് അല്ല, റീ അറേഞ്ച്മെൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഡയറക്റ്റ് കോഡിംഗ് അല്ല, എന്നാലും നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. സാധു അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ ഹൈഫ അയച്ചു, ദിയാരാജ് അയച്ചു. നമ്മുടെ സ്പീഡ് കൂട്ടി വരണം. അലൻ അയച്ചിട്ടുണ്ട്, ശിവാനി അയച്ചിട്ടുണ്ട്, മറിയമ്മ, റെന. പെട്ടെന്ന് ചോദ്യം കാണുമ്പോഴേക്ക് ഉത്തരം കണ്ടുപിടിക്കണം. ശ്രീ പാർവതി, അനീസ്, ഓക്കെ, അനുശ്രീ, അക്ഷയ് മൈക്ക് ഓഫ് ചെയ്യണേ. ദെൻ ദേവിക, ശീതൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നന്ദന, അജ്മൽ, ആര്യനന്ദ. അടുത്ത ആഴ്ചത്തെ പരീക്ഷയ്ക്ക് ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. അതേപോലെ ഇന്ന് ഞാൻ അയച്ചു തരുന്ന ഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അമിത് കൃഷ്ണ, അഭിഷ്ണവി. അതേപോലെ ഓണ വെക്കേഷനിൽ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി മുതൽ കുറച്ച് സ്പീഡാക്കും. ഓക്കെ, ഇപ്പോൾ കുറച്ച് ആഴ്ചകൾ ഞാൻ ലീവ് ആയതുകൊണ്ട് കുറച്ചൊന്ന് സ്ലോ ആണ്. നമ്മൾ എന്നാലും അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ശ്രീഷ്മ രാജ്. ഓക്കെ, ഞാൻ ആൻസർ പറയാം. ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത്
ഡയറക്റ്റ് കോഡിംഗ് അല്ല എന്ന് പറയാൻ കാരണം ആർ ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒരു നിയമം ഇവിടെ ഉണ്ട്. ഡയറക്റ്റ് കോഡിംഗ് അല്ല, അവിടെ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് പിന്നെ എന്താണ് ഒന്നും കൂടെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഇതൊന്നും വീണ്ടും 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 ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡി എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവസാനത്തെ നോക്കുക, എച്ച് എന്ന് പറയുന്നത് ഇങ്ങോട്ടും പോന്നിട്ടുണ്ട്, റീ അറേഞ്ച്മെന്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നിയമപ്രകാരം വി എന്ന് ഉള്ളത് ഇവിടെയും ആർ എന്നുള്ളത് ഇവിടെയും ആയിരിക്കും. ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ആരെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. റെഡി അല്ലേ? വി ഓക്കെ, വി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും, ആർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഇനി അടുത്തത് ഐ എങ്ങോട്ട് പോയി? ഐ ഇങ്ങോട്ട് പോയി, ഓപ്പോസിറ്റ്. അപ്പൊ എ ഇവിടെ എത്തണം, എ ഐ ഇങ്ങോട്ട് പോരണം. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പറഞ്ഞ രീതിയിലുള്ള ആൻസർ കീ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. വിയും അതായത് അവസാനം വി ആദ്യം എ അവസാനം, അല്ല സോറി ആർ അവസാനം, വി ആദ്യം ആർ അവസാനം. അപ്പൊ അങ്ങനെ വരുന്ന വി ആദ്യം വരുന്ന ഒന്നുണ്ട്, പക്ഷെ നമുക്ക് ഇതായിരിക്കും എൻ്റെ ആൻസർ. അപ്പൊ ഫോർത്ത് ഓപ്ഷനാണ് എൻ്റെ ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ റീ അറേഞ്ച്മെന്റ് എന്ന് പറയുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി എഴുതുന്നതിനാണ് റീ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. യെസ്, ഇനി ഇതും ഏകദേശം ആ ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന്. ഓക്കെ, ശീതൾ അയച്ചു, 8Gയിലെ ശീതൾ. ഓക്കെ, ദെൻ അനുശ്രീ, ഹൈഫ, ആര്യനന്ദ, ചൈതന്യ, അമൻ ഹുസൈൻ, ദെൻ ശ്രീഷ് മഹാരാജ്, അനീസ്, ലെന, അഭിഷ്ണവി. വേഗം വേഗം അയക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നു. എന്താണ് ഇവിടുത്തെ വ്യത്യാസം? എഫ് എന്നുള്ളതിന് മാറ്റമില്ല, ഇവിടെയും എഫ് തന്നെയാണ്. എൻ എന്നുള്ളതിന് മാറ്റമില്ല, ഇവിടെയും എൻ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ അവസാനത്തെ അക്ഷരങ്ങൾ മാറ്റിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ബാക്കിയുള്ളതിൽ എന്ത് മാറ്റം വന്നു? എ എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോന്നു, ഒ എന്ന് പറയുന്നത് രണ്ടാമത്തതായിട്ട് മാറി, ഐ എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോന്നു, എസ് ഇങ്ങോട്ട്, എച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിയും എമ്മിനും മാറ്റമില്ല. ഇ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും, ആർ എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോവും, എൽ ഇവിടെയും, ഒ ഇവിടെയും, ബി ഇവിടെയും വരും. അപ്പൊ നമ്മളിത് ഫുള്ള് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആദ്യത്തെ 1-2 നോക്കിയാൽ തന്നെ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തും. പിയും എമ്മും ലാസ്റ്റ് വരുന്നത് ഏതാന്ന് നോക്കുക. പി എം ലാസ്റ്റ് വരുന്നുണ്ട് ഇവിടെ, ഇവിടെയും പി എം ലാസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെ എന്തായാലും പറ്റില്ല, കാരണം അതിൽ പി എം ലാസ്റ്റ് വരുന്നില്ല. അപ്പൊ 2 ഉണ്ട്. ഇനി ആ കൂട്ടത്തിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. പി കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാണ് വരേണ്ടത്? ഇ ആണ് വരേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷനാണ് ഇത്, തെറ്റാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. യെസ്, അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്താ പറയുക, മൂവ്മെന്റ് ഓഫ് ലെറ്റേഴ്സ്. ഒരക്ഷരം തൊട്ടടുത്ത അക്ഷരത്തിലേക്കോ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറുക, നീങ്ങുക. അതിനെയാണ് നമ്മൾ മൂവ്മെന്റ് എന്ന് പറയും, മൂന്നാമത്തെ. അപ്പൊ നമ്മൾ ആദ്യം ഡയറക്റ്റ് കോഡിംഗ് പറഞ്ഞു, രണ്ടാമതായിട്ട് റീഅറേഞ്ച്മെന്റ് പറഞ്ഞു, ഇനിയിപ്പോൾ മൂന്നാമത്തെയാണ്. ഇത് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഉണ്ടാവും. അതേപോലെ NMS പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളും ഞാനിപ്പോൾ കുറച്ച് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഒരു അസൈൻമെന്റ് തരും. അത് വൈകുന്നേരത്തിന് മുന്നേ 9 മണിന്റെ മുന്നേ ആയിട്ട് അയക്കുക. ഞാൻ വൈകുന്നേരം രാത്രി 9 മണിക്ക് നിങ്ങൾക്ക് പറ്റിയാൽ ആൻസർ അയച്ചു തരുന്നതായിരിക്കും. ഞാനോ അല്ലെങ്കിൽ ഷബ്ന ടീച്ചറോ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, യെസ്, കുറേ പേര് ആൻസർ അയച്ചിട്ടുണ്ട്.
ചോദ്യം കണ്ടപ്പോഴേക്ക് തന്നെ അയച്ചിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇത് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് പ്ലേസ് വാല്യൂ അറിയണം, നമ്പർ അറിയണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഓരോ അക്ഷരത്തിനും ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ അറിഞ്ഞാൽ ഇത് ചെയ്യൽ വളരെ എളുപ്പമാണ്. അപ്പോൾ പ്ലേസ് വാല്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഞാനതൊന്ന് പറയാണ്, എല്ലാവരും നോക്കുക. നമുക്കറിയാം ഇജോട്ടി എന്നാണ്, അത് ഓർത്ത് വെക്കാനുള്ള ഐഡിയ. ഇജോട്ടി 5, 10, 15, 20, 25 ഇതതിൻ്റെ പ്ലേസ് വാല്യൂ ഓർത്ത് വെക്കാനുള്ള സൂത്രമാണ് ഇജോട്ടി. ഇത് ഓർമ്മ വേണം. അതേപോലെ തന്നെ ഞാൻ അന്ന് കുറേ പറഞ്ഞിട്ടുണ്ട്. K11 അല്ലേ, കിളവൻ, M13, W23, പിന്നെ ജേഴ്സി 10. ഇതൊക്കെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ നമ്പറുകളൊക്കെ ഓർത്ത് വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വരുന്നു. ജിയുടെ നമ്പർ ഓർമ്മ വേണം, G7 ആണ്. ഇനി A1 ആണ്, P20 ആണ്, ഇത് 5 ആണ്. ഇനി നമ്മൾ ഇതിൻ്റെത് എഴുതുക. H8, ഇത് 2, U21, F6. അപ്പം നമുക്ക് ഓരോ നമ്പർ കൂടുകയാണ് ചെയ്യുന്നത്. 7 8 ആവുന്നു അല്ലേ, 1 2 ആവുന്നു, 20 21 ആവുന്നു, 5 6 ആവുന്നു. അപ്പം ഈ ഒരു സൂത്രം നമ്മൾ പ്രയോഗിച്ചാൽ തൊട്ടടുത്ത പിന്നെ നമ്പറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ D ഓട്ടോമാറ്റിക്കായിട്ട് E ആവും, A B ആയി മാറും, T U ആയി മാറും, E F ആയി മാറും. അപ്പോൾ EBUF ഏതാ? EBUF ആൻസർ ഈസ് 2. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇതാണ്, ഇതേപോലെ ഒന്നുകിൽ ഇതേപോലെ എഴുതാം. ഇത്രയൊന്നും എഴുതണമെന്നില്ല, നിങ്ങളുടെ ഐഡിയ പെട്ടെന്ന് ഓടും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മനസ്സിലായി കഴിഞ്ഞാൽ വേഗം ആൻസറിലേക്ക് പോവാം. നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 1 മിനിറ്റാണ് ഉണ്ടാവുക NMS പരീക്ഷയ്ക്ക്. അപ്പം നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് പഠിക്കണം. ഓക്കെ, അടുത്തത് ചെയ്തോളൂ. ഇതേപോലെ ആൻസർ കിട്ടിയവർക്ക് അയക്കാം. ഇപ്പൊ നമ്മൾ കോഡിംഗ് ആണ് പറയുന്നത്. ഇനി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങളൊക്കെ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ക്ലോക്കുമായി ബന്ധപ്പെട്ട്, ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ പിന്നീട് എടുക്കുന്നതായിരിക്കും. കുറച്ച് ക്ലാസ്സുകൾ സ്കൂളിൽ നിന്ന് എടുക്കും, പക്ഷെ കൂടുതൽ കുട്ടികൾക്ക് ഉപകാരപ്പെടുക ഇങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ഗൗരി അയച്ചു, ഹൈഫ അയച്ചിട്ടുണ്ട്. ഋഷികേശ്, അമൻ, ശീതൾ. ഓക്കെ, വേഗം അയക്കുക. നിങ്ങൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഓക്കെ, കുറേ പേര് 1 അയച്ചിട്ടുണ്ട്, കുറേ പേര് 4 അയച്ചിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയാൻ പോവുകയാണ്. ചിലർ C മൂന്നാമത്തേതാണ് എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, നോക്കാം. എല്ലാവരും കൂടെ നോക്കുക. ഞാൻ നമ്പർ എഴുതുന്നതിന് പകരം വേറൊരു സൂത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് വഴികളുണ്ട്. L കഴിഞ്ഞിട്ടാണ് M വരുന്നത്, A കഴിഞ്ഞിട്ടാണ് B വരുന്നത് അല്ലേ, B കഴിഞ്ഞിട്ടാണ് C വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടുമാണ്. H കഴിഞ്ഞാൽ ഉടനെ I വരുന്നു, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടുമാണ്. അപ്പോൾ ഇവിടെ P അല്ലേ വരണ്ടേ? അപ്പോൾ എവിടുന്നായിരിക്കും വരിക? ഇവിടുന്നായിരിക്കുമല്ലോ വരിക, ഓയിൽ നിന്നായിരിക്കും P വരിക. അതേപോലെ എയിൽ നിന്നായിരിക്കും അടുത്ത അക്ഷരത്തിലേക്ക് പോവുക, അത് B ആവാനാണ് സാധ്യത. അപ്പോൾ OB എന്ന് വരണം. OB 2 വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ഏതാണെന്ന് നോക്കണം, അടുത്തതും കൂടെ നോക്കണം. സിയിലേക്ക് ഇവിടെ നിന്നായിരിക്കും വരുന്നുണ്ടാവുക, അപ്പോൾ B ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ OBB എന്നുള്ള ആൻസർ ആണ് വരിക. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം, ഇത് കുറച്ചും കൂടെ
ചില ആളുകൾക്ക് ഒരു പ്രയാസം തോന്നാൻ സാധ്യതയുള്ളതായതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ ആലോചിക്കുക, ഏത് ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. മൂവ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂവ്മെൻ്റ് ആണ്. എൽ എന്നുള്ളത് എം ആയി മാറുകയാണ് ചെയ്തത്. എൽ കഴിഞ്ഞിട്ടാണല്ലോ എം. ഓക്കെ, എ എന്ന് പറയുന്നത് ബി ആയി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് അങ്ങോട്ട്. അടുത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഇങ്ങോട്ട് വരേണ്ടത് പിയിലേക്ക്. അപ്പോൾ ഒ ആണ് ആദ്യം വരിക. പിന്നെ എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഒ ബി. പിന്നെ ഇവിടെ നിന്നായിരിക്കും വീണ്ടും വരേണ്ടത് സിയിലേക്ക്. അപ്പോൾ ബി ആയെങ്കിലേ സി വരുള്ളൂ. അപ്പോൾ ഒ ബി ബി എന്നാണ് ആൻസർ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആൻസർ ആണ്. ക്ലിയർ അല്ലേ? പറയൂ. റെഡി? ഹലോ, ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയൂ. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ശരി. ഇനി ഇത് നമ്പർ വെച്ചും ചെയ്യാം. നമ്മൾ അതിന് നമ്പർ എഴുതുന്നു 13. അപ്പോൾ 12ാമത് കണ്ടുപിടിച്ച്. അതേപോലെ 1 എഴുതുന്നു, 2 എഴുതുന്നു, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. ഇങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ചെയ്തേ. ഇത് വേറൊരു തരം മൂവ്മെൻ്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. CHAP. ഉത്തരം കിട്ടിയവർക്ക് പോസ്റ്റ് ചെയ്യാം. ആദർശ് അയച്ചു, ഹൈഫ, സധു, ദെൻ ശ്രീഷ്മ രാജ്. അടുത്ത പരീക്ഷ മുതൽ നമ്മൾ ഓരോ ദിവസവും ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അത് വാങ്ങാൻ മാക്സിമം ശ്രമിക്കണം. എന്നും ഒരേ ആൾ തന്നെ വാങ്ങിയാൽ രസമില്ല. നിങ്ങൾ മാറി മാറി വരണം. ഓരോ ദിവസവും പരീക്ഷ കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ അവർക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കും. ഓക്കെ, ചൈതന്യ. ടോപ്പ് 10-ൽ പെടാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ടോപ്പ് 50-ലെങ്കിലും ഉണ്ടാവണം. പക്ഷെ ടോപ്പ് 10-ൽ പെടണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കഴിവുണ്ട്. ടോപ്പ് 10-ൽ പെടാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു തരുന്നതും അയച്ചു തരുന്നതൊക്കെ നന്നായിട്ട് പഠിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇനി കൂടുതൽ തരും. അപ്പോൾ അത് അതേപോലെ തന്നെ നമ്മൾ പിന്നെ സ്കൂളിൽ ചേരാൻ പറഞ്ഞ കുട്ടികൾ അത് ചേരുക. അവർക്ക് നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ടുകൾ, പഠിക്കാനുള്ളതിൻ്റെ പ്രിൻ്റ് ഔട്ടുകൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അമേയ, അനുശ്രീ, വൈഗ. ഓക്കെ, യെസ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇവിടെ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, ഞാൻ ഇതിന് ഏറ്റവും നല്ല എളുപ്പ വഴി എന്താ വെച്ചാൽ ഇതിൻ്റെ നമ്പർ എഴുതലാണ് ഏറ്റവും എളുപ്പവഴി. C3 ആണ്, X 24 ആണ്, H 8 ആണ്, S 19 ആണ്, A 1 ആണ്, Z 26 ആണ്, P 16 അല്ലേ, KLM 11. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രത്യേകത? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത പറയൂ. ആർക്കെങ്കിലും ഐഡിയ കിട്ടിയാൽ പറയൂ. എനിബഡി? ആർക്കെങ്കിലും ഇത് എങ്ങനെയാണ് വരുന്നത്? സാറേ, സി മുന്നിന്ന് മൂന്നാമത്തെ സ്ഥാനമാണ്, എക്സ് ബാക്കിന്ന് മൂന്നാമത്തെ. അതാണ്. അതായത് ഡയറക്ഷന്റെ മാറ്റമാണ്. ഇപ്പോൾ ABCDEFGH ഇങ്ങനെയുള്ളതിൽ സി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മൂന്നാമത്തെയാണ്. പക്ഷേ XYZ അവസാനത്തെ ഇവിടെ നിന്ന് മൂന്നാമത്തെയാണ് ഈ എക്സ്. ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അപ്പൊ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുണ്ട്. ഒരു സൂത്രം എന്താ വെച്ചാൽ ഈ 3ഉം ഈ 24 കൂട്ടിയാൽ നമുക്ക് 27 കിട്ടുക. എല്ലാതും നോക്കിയേ, 8ഉം 19ഉം 27, 27. 1 + 26, 1 + 26 27. ദെൻ 16 + 11 അതും 27. അപ്പോൾ ഓപ്പോസിറ്റ്, ഇത് നമ്മൾ പറയാം ഓപ്പോസിറ്റ് ആൽഫബറ്റ്. അതായത് ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ആൽഫബറ്റ് എന്ന് പറയുക. ആ ഓപ്പോസിറ്റ് ആൽഫബറ്റ് ആണെങ്കിൽ രണ്ടിൻ്റെയും കൂടെ നമ്പർ കൂട്ടിയാൽ ഇത് 27 ആയിരിക്കും. അപ്പോൾ ആ ഓപ്പോസിറ്റ് ആൽഫബറ്റ്
അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ സെഡ് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ആയതുകൊണ്ട് എ ആയിരിക്കും ഇവിടെ വരിക. എ ആയിരിക്കും ഇവിടെ വരിക. സെഡിൻ്റെ അവിടെ എ വരും. ഓക്കെ, ഇനി ഡബ്ല്യു 23-ാമത്തെയാണ്. അപ്പോൾ ആദ്യത്തുനിന്ന് 23 കഴിഞ്ഞാൽ എത്രയാണ്? പിന്നെ പിന്നിൽ നിന്ന് 23 അല്ലേ? പിന്നിൽ നിന്ന് 4-ാമത്തെ അല്ലേ? 25, 24, 25, 26, 27, 26. ഓക്കെ. അപ്പോൾ ഡബ്ല്യുവിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഡബ്ല്യുവിൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അതായത് ഡബ്ല്യു ഇവിടെയാണ് വരിക, ഡബ്ല്യു XYZ. അപ്പോൾ ഡബ്ല്യുവിൻ്റെ ഇതേ സ്ഥാനത്ത് ഇവിടെ വരുന്നത് ഡി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡി ആയിരിക്കും. ഡി എ വരുന്ന നമ്മളുടെ ഓപ്ഷൻ നോക്കുക, ഡിയും എയും രണ്ടെണ്ണം നോക്കിയപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് ആൽഫബറ്റുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഓപ്പോസിറ്റ് ആൽഫബറ്റുകൾ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഓപ്പോസിറ്റ് ആൽഫബറ്റുകൾ പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി ഈ പറഞ്ഞ വാക്കുകൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് എഴുതിയെടുക്കണ്ട, നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ഞാൻ പിന്നീട് ഗ്രൂപ്പിലിട്ട് വരും. ആസാദ് എന്ന് പറഞ്ഞാൽ എയും സെഡും. ആസാദ്, ആസാദി എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? ആസാദ്, എയും സെഡും. ബോയ് പഠിച്ചു വെച്ചാൽ ബിയും വൈയും. ക്രാക്സ്, സിയും എക്സും. ഡ്യൂ, ഇപ്പൊ ഡിന്റെ ഡബ്ല്യു ആണെന്ന് മനസ്സിലാക്കാം. ഡി ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഡി ഡബ്ല്യു ആണ്. അതേപോലെ ഈവനിങ്, ഇ വി എന്ന് പഠിച്ചാൽ മതി. ഇ വി, ഇൻ്റെത് വി ആണ്, ഇ വി. ദെൻ എഫ് യു, ഫു എന്ന് പഠിച്ചാൽ എഫ് യു ആയി. ഓക്കെ, ഗോട്ട്. ഹൈസ്കൂൾ എന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ എച്ചും എസും. ഇന്ത്യൻ റെയിൽവേ എന്ന് പഠിച്ചാൽ IR. ഓക്കെ, അതേപോലെ ജെ ക്യു, ജംഗിൾ ക്യൂൻ എന്ന് പഠിച്ചു നോക്കുക, ജെ ക്യു. അപ്പൊ ജെയും ക്യൂ ആണ് ഓപ്പോസിറ്റ് വരുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി KP, കൈപ്പോച്ചെ. കൈപ്പോച്ചെ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ പേരാണിത്. ഒരു ദേശീയ അവാർഡ് കിട്ടിയ സിനിമയുടെ പേരാണ് കൈപ്പോച്ചെ. ഓക്കെ, പിന്നെ ലയൺ, യെല്ലോ. MN, മാൻ. മാൻ എന്നുള്ളതിന് MN. അപ്പൊ ഇതൊന്ന് നമ്മൾ ബൈ ഹാർട്ടായി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ ഓപ്പോസിറ്റ് ഇത് കിട്ടാൻ യാതൊരു പ്രയാസമില്ല. നമ്മളിവിടെ നോക്കാം, ഡ്യൂ എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ ഡ്യൂ എന്നുള്ളത് ഡി ആണ്. ഇനി ഇ വി നമ്മൾ പറഞ്ഞു, അപ്പൊ ഇവിടെ ഇ ആണ്. പിന്നെ ആസാദി നമുക്കറിയാം, അപ്പൊ എ ആണ്. പിന്നെ യു ഏതായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? യുടെ ഈ യു വരുന്ന ഏതാണ്? FU, ഫു. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് ആണ് വരിക. അപ്പോൾ നമുക്ക് ഇതാണ് ആൻസർ എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇത് അറിയുന്ന കുട്ടിക്ക് ഇത് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട്, ഒരു മിനിറ്റ് വേണ്ട, അര മിനിറ്റ് കൊണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് പഠിക്കാനുള്ള സൂത്രമാണ് ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഇതൊന്ന് നന്നായിട്ട് പിന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക, എന്നിട്ട് പഠിച്ചു വെക്കുക. യെസ്, ഇനി നമ്മൾ NMMS പരീക്ഷയ്ക്ക് ചോദിച്ച 1-2 ചോദ്യങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാവരും വേഗം ആൻസർ ചെയ്തോളൂ. വേഗം ആൻസർ. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും. എല്ലാവർക്കും ഇന്നെടുത്ത ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് വേഗം അയക്കുക. ഇംഗ്ലീഷിലും ചോദ്യമുണ്ട്, മലയാളത്തിലും ചോദ്യമുണ്ട്. NMMS ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയായിരിക്കും. ഒരു സൈഡ് ഇംഗ്ലീഷ് ആയിരിക്കും, ഒരു സൈഡ് മലയാളം ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് പിന്നെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഓക്കെ, ആരാണ് അയക്കുന്നത്? സംഖ്യകളാണ്, പക്ഷെ നമ്പേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ ഒന്നും അല്ല, പക്ഷേ ഈസിയാണ് സംഭവം. ഇത് ഡയറക്റ്റ് കോഡിംഗ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് കോഡിംഗ് ആണ്. ഈ പ്ലേസ് വാല്യൂ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഡയറക്റ്റ് കോഡിംഗ് ആണ്. ഡയറക്റ്റ് കോഡിംഗ് ആണെന്ന് മനസ്സിലാക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഈ ഇവിടെ ഉണ്ട്. എ ഇവിടെ ഉണ്ടോ? എയും ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് കോഡിംഗ് ആണ്. എസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ടി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് കോഡിംഗ് ആണ്. നേരെ മറിച്ച് നമ്മൾ നോക്കുന്ന പിന്നെ അക്ഷരം അവിടെ ഇല്ലെങ്കിൽ അത് ഡയറക്റ്റ് കോഡിംഗ് അല്ല, എന്തോ ഒരു നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. EARST വളരെ പെട്ടെന്ന് എഴുതാം. എല്ലാവരും അയച്ചിട്ടുണ്ട്. ചൈതന്യ കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, ആര്യനന്ദ, ശീതൾ, ദേവിക, കുറേ പേര് നേരത്തെ അയച്ചിട്ടുണ്ട്. ഞാൻ പേര് നോക്കാൻ വിട്ടുപോയി. ഓക്കെ,
യെസ്, ഇനി ഞാൻ എഴുതാൻ പോകുന്നു. എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോന്നിനൊരു നമ്പർ ഉണ്ട്. ഇ എന്നുള്ളതിന്റെ നമ്പർ എന്ന് പറയുന്നത് മൂന്നാമത്തിൽ 5 ആയിരിക്കും. അപ്പോൾ 5. ഇതിന് എ എന്ന് പറയുന്നത് എവിടെയാ? 2 ആണ്. അപ്പൊ 2. 52 ഉള്ള കുറെ എണ്ണം ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഉറപ്പിക്കാനായിട്ടില്ല. 6 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3. 523 എത്ര എണ്ണം ഉണ്ട്? 1 മാത്രമേ അല്ല, 1 അല്ല, 2 എണ്ണം ഉണ്ട്. അപ്പൊ വീണ്ടും നോക്കണം. ഓക്കെ, ഇനി എസ് ആണ്. എസ് എവിടെയാ? 6 അല്ലേ? 6 ആണ്. അപ്പോൾ 523 കഴിഞ്ഞിട്ട് 6 ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ശരിയായ ഉത്തരം അയച്ച എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ NMS പരീക്ഷയ്ക്ക് ഓരോ വർഷം ചോദിച്ചതാണ്. പക്ഷെ ഇതൊക്കെ ഈസിയാണ് കേട്ടോ, വലിയ പ്രയാസമുള്ള ചോദ്യങ്ങളല്ല. ഓക്കെ, അയച്ചോളൂ. അപ്പൊ എന്ത് നിയമമാണ്? ഫാത്തിമ റുഷ്ദ അയച്ചു. ഓക്കെ, ഇവിടെ എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കണം. അമൻ ഹുസൈൻ. ഓക്കെ, ലെന അയച്ചു. എല്ലാവരും ക്ലാസ് വീണ്ടും കാണുക, ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ക്ലാസ് കണ്ടിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്പീഡ് കൂട്ടണം, എന്നാലേ നമ്മുടെ സ്കൂളിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ടോപ്പിൽ വരുള്ളൂ. ടോപ്പിൽ വന്നെങ്കിലേ നിങ്ങളെ പരീക്ഷ അതിൽ നിലനിർത്തുള്ളൂ. ഇല്ലാത്തവർ വീട്ടിലിരുന്ന് പഠിക്കേണ്ടി വരും. ഓക്കെ, ഋഷികേഷ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. കഴിഞ്ഞ വർഷം NMS കിട്ടിയ കുട്ടികളൊന്നും ഭയങ്കര പഠിക്കുന്ന കുട്ടികളല്ല, പക്ഷെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുന്ന ഇതാണ്. നീറ്റ് ഇവിടെ ഡയറക്റ്റ് കോഡിംഗ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇ എന്ന് പറയുന്നത് ഇവിടെ ഇതിൽ തന്നിട്ടില്ല, ഇതിൽ ഇ ഇല്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കോഡിംഗ് അല്ല. പിന്നെ എന്താണ്? പിന്നെ നമ്മൾ അക്ഷരങ്ങളുടെ എന്താ പറയുക, പ്ലേസ് വാല്യൂ, സ്ഥാന വില, നമ്പർ നോക്കുക. ഇത് 7 ആണ് അല്ലേ? ഒ എന്ന് പറയുന്നത് നമുക്കറിയാം 15 ആണ്. എ എന്ന് പറയുന്ന 1 ആണ്. ഇത് 20 ആണ്. ഇത് സംഭവം അത് അതേപോലെ എഴുതിയതാണ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പമായി. എൻ 13 ആണ്. അപ്പൊ ഇത് N 14. അപ്പൊ ഫസ്റ്റ് ഇത് 14 ആണെന്ന് മനസ്സിലാക്കാം. N 14. ഇനി ഇ എന്ന് പറയുന്ന 5 ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു 5 വരണം. 145 എവിടെ വരുന്നു? 145 ഇവിടെ വരുന്നു. പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തി. നമ്മൾ ഫുൾ നോക്കാൻ നിന്നിട്ടില്ല, അതിന്റെ മുന്നേ ഉത്തരം കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് നിങ്ങളും കണ്ടുപിടിക്കേണ്ടത്. മൊത്തം നോക്കാൻ നിന്നാൽ സമയം പോവും. അപ്പൊ നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ വേറെ ചെയ്യാൻ കിട്ടില്ല. യെസ്, ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇത് പക്ഷേ ഈ പറഞ്ഞ നിയമമൊന്നും അല്ല കേട്ടോ. എന്നാലും നമുക്ക് നോക്കാം, എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. ഇത് ഈ പറഞ്ഞ കോഡിംഗ് അല്ല ഇവിടെ വന്നിട്ടുള്ളത്, പക്ഷേ ഇതുപോലെ ഒരു ബന്ധം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നു. ഇത് നമ്മളിപ്പോൾ പഠിച്ച കോഡിംഗ് പോലെ അല്ല, പക്ഷെ എന്നാലും ഇതിന്റെ ആൻസർ 10 ആണ്. 10 ആണ് ആൻസർ. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട് നോക്കുക. 5. നമ്മളെ സീരീസ് ഒക്കെ പോലെയാണിത്. 5നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു, 10. എന്നിട്ട് അതിനോടുകൂടി 2 കൂട്ടി. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ 12 കിട്ടി. അപ്പൊ നമ്മൾ ഇനി ഇവിടെ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 4നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു, 2 കൂട്ടി. അപ്പൊ 8 + 2 10 ആണ് ആൻസർ. ഇതാണ് ഇതിന്റെ ഉത്തരം. ഇത് പക്ഷേ കോഡിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, പക്ഷേ NMS പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊന്ന് ചെയ്തു നോക്കിയേ. ഇത് ഓപ്പോസിറ്റ് കോഡിംഗ് ആണ്. ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒന്ന് ചെയ്തു നോക്കുക.
ഓപ്പോസിറ്റ് നമ്പറാണ് ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പോസിറ്റ് ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 27 കിട്ടും. ഓപ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ, ലെറ്റർ ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 27 കിട്ടുക. ഓക്കെ, ഞാൻ ചെയ്യാണ്. ഇതിൻ്റെ നമ്പറുകൾ എഴുതുക. 7. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 20ഉം 7ഉം കൂടെ കൂട്ടി 27 കിട്ടും. അപ്പോൾ 27 മൈനസ് ചെയ്താൽ മതി എന്നർത്ഥം. I 9 എഴുതി, 27 മൈനസ് ചെയ്താൽ 18 കിട്ടും. V 22 അപ്പോൾ ഇത് 27 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 5 കിട്ടും. ഈ 5 അപ്പോൾ അത് 27 മൈനസ് ചെയ്താൽ, അപ്പോൾ ഓപ്പോസിറ്റ് നമ്പർ അല്ല, ഓപ്പോസിറ്റ് ലെറ്റർ അല്ല ഉപയോഗിച്ചത്, ഓപ്പോസിറ്റ് നമ്പറാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിൻ്റെത് P എത്രയാ? MNOP. P എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ 27 മൈനസ് ചെയ്താൽ 11 ആൻസർ വരിക. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. L 12. 12 27 മൈനസ് ചെയ്യുക, 15 അല്ലേ? 16 മൈനസ് ചെയ്താൽ 11, 12 മൈനസ് ചെയ്താൽ 15. A 1. അപ്പോൾ 27 മൈനസ് ചെയ്താൽ 26 വരും. Y എന്ന് പറയുന്നത് 25 അല്ലേ? അപ്പോൾ അത് 27 മൈനസ് ചെയ്താൽ 2 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ലെറ്റർ അല്ല ഉപയോഗിച്ചത്, ഓപ്പോസിറ്റ് നമ്പറാണ് ഉപയോഗിച്ചത്. യെസ്. അപ്പോൾ ഇനി ഇന്നത്തെ ക്ലാസ് ഏകദേശം അവസാനിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ അസൈൻമെന്റുകൾ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ മലയാളത്തിലാണ്, പക്ഷെ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട, ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ്. ആപ്പിൾ എന്നതിനെ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ ഗ്രേപ്പിനെ എങ്ങനെയാണ് എഴുതുക, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കോഡിംഗ് ആണ്. അപ്പം നിങ്ങൾ പിന്നെ ചെയ്യണം, ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം. ആരെങ്കിലും ഇന്നെടുത്ത കാര്യങ്ങൾ മനസ്സിലായോ ഇല്ലയോ? ആരെങ്കിലും ഒന്ന് പറയണം. ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഇട്ടാലും മതി. ചാറ്റ് ബോക്സിൽ അഭിപ്രായം അയച്ചാലും മതി. ഇന്നെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്കും ക്ലിയർ ആയോ ഇല്ലയോ? ഓക്കെ, അനീസ് അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, യെസ്. ശ്രീഷ് മഹാരാജ്, ഓക്കെ ഓക്കെ. അപ്പം ഞാൻ അസൈൻമെന്റ് അയക്കുന്നു. ഇത് നന്നായിട്ട് ചെയ്യുക. ഉത്തരം വൈകുന്നേരം അയക്കും. ഇനി അടുത്ത ചൊവ്വാഴ്ച ഇതേപോലെ മോർണിംഗ് ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രയാസമുള്ള ഭാഗങ്ങൾ മാത്സ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതായിരിക്കും. നമ്മുടെ സ്കൂളിലെ ഷബ്ന ടീച്ചറും ഷജ്ല ടീച്ചറും മാത്സ് എടുക്കും. ഞാനും ഒരാഴ്ച കഴിഞ്ഞാൽ സ്കൂളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി എടുക്കുന്നതായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ബൈ.